സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. കാരണം 15-20 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ കുടുംബങ്ങളെ കാണാൻ പോയത്. അത് പിന്നെ കുറേ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. കാരണം കുടുംബത്തിലെ പരിപാടിക്കൊന്നും പോവാത്തതുകൊണ്ടേ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു അത്ഭുതം വന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരു നിശ്ചയമായിരുന്നു അച്ഛൻ്റെ അനിയൻ്റെ മകളെ കല്യാണം നിശ്ചയമായിരുന്നു ഒന്ന്. അതുപോലെ പിന്നെ നമ്മുടെ കാഞ്ഞിരപ്പുഴ റോഡിൽ തന്നെ പാലാമട്ട പൊട്ടശ്ശേരി പറയും, ഇത് വഴി ഓട്ടം പോവാറുണ്ട്. പക്ഷേ അവിടെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് പോയി. പക്ഷെ അവിടെ സാഹചര്യം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാൻ സോറി. പിന്നെ അതേപോലെ ഒരുപാട് ഞാനും ഒപ്പം കളിച്ച് വളർന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. ശരിക്കും എൻ്റെ നാട് ശരിക്കും കാഞ്ഞിരപ്പുഴയാണ്. ഞാൻ കാഞ്ഞിരപ്പുഴയിൽ ജനിച്ച് വളർന്നതാണ്. പിന്നെയാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി അവർക്ക്. ഇന്നെയൊന്ന് കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം കേട്ടോ ഒരുപാട് പേർക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയിൻ്റെ. ഇത്രയൊക്കെ ആൾക്കാർ എനിക്കുണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാൻ കേട്ടിരുന്ന ശരിക്കറിയോ, ഇനിയിപ്പോൾ ഞാനൊരു അനുഭവത്തിലൂടെ മാത്രം പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കും നമുക്ക് ആരുമില്ല. സത്യത്തിന് നമുക്ക് ആരുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ലോ, കഴിഞ്ഞ കാലഘട്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അന്നൊക്കെ എനിക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ടായിരുന്നു. നല്ലത് കേട്ടോ, നല്ല കൂട്ടുകാരന്മാരെ. പിന്നീട് അതിൽ നിന്ന് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ വ്യതിചലിക്കാൻ തുടങ്ങി. നമുക്ക് തന്നെ വലിയ മാറ്റം വരണമെന്ന് കരുതിയിട്ട് നമ്മൾ ആ വലിയ ബന്ധങ്ങളെ ഒഴിവാക്കി പോയി എന്നല്ല, ഒഴിവാക്കാൻ ആരും ശ്രമിക്കില്ല. എന്നാലും ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ ചില ആൾക്കാരെ ഒഴിവാക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഞാൻ അവിടെ കണ്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യം, കുടുംബത്തിൽ മാത്രമല്ല കൂട്ടുകാരിലും കൂടി ഉണ്ട്. കൂട്ടുകാരന്മാരുടെ കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം സന്തോഷത്തോടെയുള്ള ഒരു ദിവസം കടന്നുപോയി. ഇനിയിപ്പോൾ ആകെ ഇത് വരുന്നതറിയോ, ഇതൊക്കെയാണ് കുടുംബ ബന്ധങ്ങളിലെ ബന്ധങ്ങൾ. പിന്നെ അവിടെ തിരക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത് ശരിക്കും. എന്നപ്പോൾ ഞാൻ മണ്ണാർക്കാട്ടേക്ക് രാവിലെ പോയി എന്നല്ലാതെ പിന്നെ പോയിട്ടില്ല. എല്ലാവരും ഇന്നെ അറിയും, ഞാൻ ആരെയും അറിയില്ല. എല്ലാവരും ചോദിക്കാണ്, നീ ഒരുപാട് മാറിപ്പോയി. എന്ത് മാറിപ്പോണ്? അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇനി വഴിയൊന്ന് മാറ്റി പിടിക്കണം. ഈ വഴിയൊക്കെ കണ്ട് മടുത്ത് ചടച്ചിട്ടുണ്ടാവും നിങ്ങളല്ലേ? പുഴയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് നടക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നല്ല വെള്ളം കേട്ടോ, നല്ല വെള്ളമാണ്. അതായത് ഒരുപാട് വെള്ളം അധികം നല്ലതാണ്. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പണ്ടൊന്നുമല്ല, ഒരു 10-25 വർഷം ഇതിലൂടെ ആയിരുന്നു ഞങ്ങൾ ഗോവിന്ദപുരം അമ്പലത്തിക്ക് പുഴ കടന്നിട്ട് പോയിരുന്നത്. ഇതൊക്കെ അന്ന് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അന്ന് പിന്നെ അതായത് ചവിട്ടുപടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇതൊരു തോടാണ്. ഇതിലൂടെ പാടത്ത് വെള്ളമൊക്കെ ഒഴുകി വരുന്ന ആ തോടാണ് കേട്ടോ. ഇതിങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഒരുപാട് മാറി ഇവിടെയൊക്കെ. ഊഞ്ഞാലേ പിന്നെ എന്നെ അനുഗമിച്ചു കൊണ്ടൊരാൾ വരുന്നുണ്ട്. ഇവിടെ വാടാ. ഇത് ചെറിയ മരപ്പൊത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇവിടെ മറ്റേ ഇതുണ്ടാവും, എന്താ പറയുക, മറ്റേ ഈ കാട്ടുപൂച്ച പറയില്ലേ, ആ അപ്പോൾ പുഴയിൽ നിന്നും പാടത്തിലേക്ക്, പാടത്ത് നിന്നും വരമ്പത്തുനിന്ന് നഗരത്തിക്ക്, അങ്ങനെയല്ല ശരിക്കും, വരമ്പത്തുനിന്ന് നാട്ടിൽ നിന്ന് നഗരത്തിക്ക് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നല്ല വാഴക്കൃഷിയാണ്. കൃഷിയുടെയൊക്കെ കഴുകുന്തോട്ടം, വാഴയും നെൽകൃഷിയൊക്കെ പറ്റപ്പോയി. നെല്ലിനോടൊന്നും ഇപ്പോൾ ആർക്കും, നെല്ലൊക്കെ അധികം ഞാനൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ. എൻ്റെ പള്ളി കുറച്ച് നടക്കുമ്പോഴത്തേന് കഥപ്പ് വരും കേട്ടോ. ഞാനിതാണ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയല്ലേ, നിങ്ങളെപ്പോഴും നടക്കണം എന്നുള്ളത്. കാരണം ഈ വാഹനത്തിലൊക്കെ പോകുമ്പോഴേ നമുക്ക് നടക്കാൻ മടി കൂടും. അപ്പോൾ നിങ്ങൾ നടക്കണം. ഒരു ദിവസം മിനിമം ഒരു 3 കിലോമീറ്ററേയും നടക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പല അസുഖം മാറുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ആലിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ശുദ്ധവായു കിട്ടും. ശുദ്ധവായു പറഞ്ഞു കഴിഞ്ഞാൽ ആലിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് നല്ല ഓക്സിജൻ കിട്ടുന്നതാണ്. മറ്റേ സേതുരാമൻ CBIയിൽ മമ്മൂട്ടി പറയില്ലേ, ഒരു കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ, അതേപോലുള്ളൊരു ഇതാണ്. അപ്പോൾ ബന്ധങ്ങളുടെ കഥ ഞാൻ പറഞ്ഞു. ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കണതാണ്. നല്ല ബന്ധങ്ങളും ഉണ്ടാവും, മോശം ബന്ധങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾക്ക് നമ്മൾക്ക് എന്നും ഒരു അനുഗ്രഹമാണ്, ഒരു തേജസ്സാണ് നല്ല ബന്ധങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഏതിലൂടെയാണെന്നറിയോ? അത് 99%, 100% സർവേ എടുത്തിട്ട് ഒരാൾ പറയണ്ടായി നല്ല ബന്ധങ്ങളാണ് എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് കാശ് വേണം, പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ കാലത്ത് ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവരൊക്കെ അപരിചിതരോ അങ്ങനത്തെ ഇതാണ്, സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ ബന്ധങ്ങളെ നമ്മൾ എപ്പോഴും ഊഷ്മളയോട് കൂടിയിട്ട് നമ്മൾ എപ്പോഴും പരിപാലിച്ച് കൊണ്ട് നടക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ ഒന്ന് കൈപ്പിടിച്ച് ഉയർത്താനുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഞാൻ വീണിട്ട് വേണം എനിക്ക്
മറ്റൊരാൾക്ക് അതിൻ്റെ മേൽക്കൂടെ ചവിട്ടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അധികം ഉള്ളത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരാൾക്കും എന്നാൽ ഏറ്റവും നല്ലത് എന്താ അറിയോ, നമുക്ക് കാട്ടിൽ പോയി താമസിക്കുക നല്ലത്. അവിടെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും ഒന്നിനും വരില്ല. അവിടെ സ്നേഹിക്കാനേ ആൾക്കാരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ നിങ്ങൾ പിന്നെ മയിലും പിന്നെ ആ പന്നീനി പിന്നെ കാട്ടുപൂച്ചേനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ സാഹചര്യം, മനുഷ്യൻ്റെ സാഹചര്യം, ഈ നാട്ടിലത്തെ ഇത് മാറുമ്പോൾ കാട്ടിൽ മാറും. അതാണ് പ്രകൃതിയുടെ നിയമം അതാണ്. ഈ പ്രകൃതിനെ മാറ്റുന്നത് മനുഷ്യൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരാ മാറ്റുന്നത്? അപ്പോൾ ഞാൻ എപ്പോഴും പറയാത്തത് ആയ ഒരു കാര്യം, നിങ്ങൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. ഇനി അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് എന്നൊരു അനുഗ്രഹമാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാത്തൊരു കാര്യം കൂടിയും പറയട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റണതിന് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഞാൻ നിർബന്ധിക്കുന്നില്ല. നമ്മൾ പിന്നെ തല്ലി പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അത് തന്നെ പഴുക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. കാരണം ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളും കാഴ്ചകളും എല്ലാതും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ ബുദ്ധിമുട്ട് സംസാരം കേട്ടിട്ട് ആരും സഹായിക്കാൻ വരുന്നില്ല കേട്ടോ. അത് വേറെ കഥ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മൊബൈലിലൂടെയാണ് ഇപ്പോൾ ഓരോന്നും കാണുന്നതും കേൾക്കുന്നതും അറിയാൻ ശ്രമിക്കുന്നതും. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടത്തിലും കൂടി എന്നെ കൂട്ടണമെന്ന് ഞാൻ പറയാണ്. വേറെ അതിൽ പ്രത്യേകിച്ച് ഭംഗി വാക്കുകളൊന്നും എനിക്ക് പറയാനറിയില്ല. അപ്പോൾ ശരി, എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.